ഒരു ഗ്രാമത്തിൽ നല്ല കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം കുടിവെള്ളം ശേഖരിച്ചിരുന്നത് കുറേയധികം ദൂരെയുള്ള ഒരു കുളത്തിൽ നിന്നുമായിരുന്നു. അതിനായിട്ട് അയാൾ 2 കുടങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ കുടങ്ങൾ ഒരു വലിയ മരക്കഷ്ണത്തിൻ്റെ 2 അറ്റങ്ങളിലായി ബന്ധിച്ച് അത് തൻ്റെ തോളിലേറ്റി അങ്ങനെയാണ് അയാൾ വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നത്. ആ കുടങ്ങളിലൊന്നിൽ ചെറിയൊരു ദ്വാരമുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളം കോരിക്കൊണ്ട് വരുന്ന ആ സമയത്ത് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഈ ദ്വാരമുള്ള കുടത്തിലെ വെള്ളം പകുതിയോളം വഴിയിൽ നഷ്ടപ്പെട്ടിരുന്നു. മറ്റേ കുടത്തിൽ നിറയെ വെള്ളമുണ്ടാവും. അതുകൊണ്ട് ആ കുടം ഒരു അഹങ്കാരിയായി മാറി. ആ കുടം ദ്വാരമുള്ള കുടത്തെ എന്നും കളിയാക്കുമായിരുന്നു. നിന്നെക്കൊണ്ട് ഒറ്റ പ്രയോജനവുമില്ല. നിന്റെ പകുതി വെള്ളം വഴിയിൽ നഷ്ടമാകുന്നു. നീ കാരണം നമ്മുടെ യജമാനന് അധ്വാനം വെറുതെ ആവുകയാണ്. നിനക്ക് എന്തെങ്കിലും വഴിയിൽ വീണ പൊട്ടി ഉടഞ്ഞു പൊയ്ക്കൂടെ? വെറുതെ എന്തിനാ ഈ മനുഷ്യനെ മെനക്കെടുത്തുന്നത്? ഇങ്ങനെ പറഞ്ഞ് ആ കുടം എപ്പോഴും ശകാരിച്ചുകൊണ്ടേയിരുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റേ കുടത്തിന് ഭയങ്കര വിഷമമാകും. എല്ലാ ദിവസവും ഈ പറച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ദ്വാരമുള്ള കുടമിരുന്ന് കരയുന്നത് നമ്മുടെ കൃഷിക്കാരൻ കണ്ടു. കൃഷിക്കാരൻ ചോദിച്ചു, കൂട്ടുകാരാ, നീ എന്തിനാണ് കരയുന്നത്? കുടം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ചെറിയൊരു ദ്വാരമുണ്ട്. അത് കാരണം പാതി വെള്ളവും വഴിയിൽ വീണു പോകുന്നു. ഞാൻ കാരണം അങ്ങയുടെ അധ്വാനം വെറുതെ ആവുകയാണ്. ഇത് താങ്കൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നില്ല? എൻ്റെ ഈ കുറവ് കാരണം എനിക്ക് നാണക്കേടാണ്. എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഇത് കേട്ട കൃഷിക്കാരൻ പറഞ്ഞു, എന്താ നീ നിൻ്റെ കുറവിനെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും വിഷമത്തിലാണോ? എന്തിനാണ് നീ നിൻ്റെ കുറവിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്? നാളെ മുതൽ നീ വരുന്ന വഴികളിലൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണ. നിൻ്റെ കുറവ് കാണാതെ ആ വഴിയിലെ കാഴ്ചകൾ വേണം നീ കാണാൻ. അപ്പോൾ നിൻ്റെ വിഷമമൊക്കെ മാറും. പിറ്റേ ദിവസം വെള്ളവുമായി തിരിച്ചു വരുന്ന സമയം കൃഷിക്കാരൻ ദ്വാരമുള്ള കുടത്തോട് പറഞ്ഞു, നീ കടന്നു പോകുന്ന വഴി എത്ര മനോഹരമാണ്. എവിടെയും നല്ല പച്ചപ്പ്, ചെടികൾ നിറയെ പൂക്കൾ. കുടം മനോഹരമായ ആ കാഴ്ച ആസ്വദിച്ച് വീട്ടിലേക്കെത്തി. പക്ഷെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പകുതി വെള്ളവും നഷ്ടപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞപ്പോൾ വീണ്ടും പഴയ വിഷമത്തിലേക്ക് തന്നെ കുടം പോയി. പഴയ അതേ അവസ്ഥയിലേക്ക് തന്നെ ആ കുടം മാറി. ഇത് കണ്ട കൃഷിക്കാരൻ പറഞ്ഞു, കൂട്ടുകാരൻ, നീ വീണ്ടും കരയുകയാണോ? നീ വന്ന വഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കളും നല്ല പച്ചപ്പുള്ള പുല്ലുകളും ഒക്കെ നീ കണ്ടില്ലേ? അവയുടെ സന്തോഷവും നീ കണ്ടതല്ലേ? അവയെല്ലാം സന്തോഷത്തോടെ നിന്നെയാണ് നോക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും താഴെ കളയാതെ സഞ്ചരിക്കുന്ന നിന്റെ എതിർവശത്തുള്ള കുടത്തെ അല്ല അത് നോക്കുന്നത്. ആ കുടത്തിൻ്റെ സൈഡിലേക്ക് നീ ഒന്ന് നോക്കിക്കേ. വന്ന വഴിയിൽ പൂക്കൾ വല്ലതും ഉണ്ടോ? ഒരു പച്ചപ്പുമില്ല, എല്ലാം കരിഞ്ഞു നിൽക്കുകയാണ്. കൃഷിക്കാരൻ തുടർന്നു, എനിക്കറിയാമായിരുന്നു നിന്നിൽ ഈ ദ്വാരമുള്ളത്. നമ്മൾ വരുന്ന വഴിയിൽ ഈ ചെടികളുടെ വിത്ത് നട്ടത് ഞാനാണ്. എനിക്കറിയാമായിരുന്നു നിന്നിൽ നിന്ന് തുള്ളി തുള്ളിയായി വീഴുന്ന വെള്ളം കൊണ്ട് അവ വളർന്ന് മനോഹരമായ ഒരു കാഴ്ചയായി മാറുമെന്ന്. ഇന്ന് ആളുകൾ ആ മനോഹരമായ കാഴ്ച ആസ്വദിക്കുന്നു. അഥവാ നിന്നിൽ ഈ ദ്വാരമില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ആ ചെടികൾക്ക് വെള്ളം കിട്ടുമായിരുന്നോ? ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടം, അല്ലെങ്കിൽ വഴിയുടെ വക്കിൽ കാണുന്ന ഈ മനോഹരമായ ചെടികളും അവ നിറയെയുള്ള പൂക്കളും ഉണ്ടാകുമായിരുന്നോ? നീ ചിന്തിച്ചു നോക്കൂ. നിന്നിൽ നിന്നും വീണ ആ വെള്ളത്തുള്ളികളല്ലേ അവയ്ക്ക് ജീവൻ പകർന്നത്. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഇത് കേട്ടപ്പോൾ നമ്മുടെ കുടത്തിന് സന്തോഷമായി. തൻ്റെ കുറവ് കൊണ്ട് തന്നിലൊരു കുറവുണ്ട്, പക്ഷേ അത് മറ്റുള്ളവർക്കൊരു ഉപകാരമായി മാറിയെന്ന് മനസ്സിലാക്കിയ കുടം സന്തോഷിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യരും പെർഫെക്റ്റ് ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ അവരിലുണ്ടാവും. എല്ലാവരിലും ചെറിയ ചെറിയ കുറവുകളുണ്ടല്ലോ. ആ കുറവുകളെ നമ്മൾ നെഗറ്റീവ് ചിന്തയോടെ നോക്കിയാൽ എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും, എന്നും ദുഃഖിതരായിരിക്കും. മറിച്ച് നമ്മുടെ കുറവുകളെ പോസിറ്റീവ് ചിന്തയോടെ നോക്കിയാൽ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും നല്ലത് കണ്ടെത്താൻ കഴിയും.
ആ കൃഷിക്കാരൻ കുറവുള്ള കുടത്തെ, അതിൻ്റെ കുറവിനെ മറികടന്ന് അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തെ കണ്ടെത്താൻ സഹായിച്ചതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളിൽ നിന്ന് സന്തോഷം കണ്ടെത്തണം. തളർത്താൻ 1000 പേര് കാണും, കൈപിടിച്ചുയർത്താൻ ഒരുപക്ഷെ ആരും ഉണ്ടാവണമെന്നില്ല. പ്രയാസമുണ്ടാകുന്ന ചിന്തകൾ എല്ലാം കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലേ നമുക്കുണ്ടാകുന്നത്. വരാനിരിക്കുന്നതൊന്നും വഴിയിൽ തങ്ങില്ല എന്നല്ലേ പറയാറ്. പിന്നെ കഴിഞ്ഞു പോയത്, ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങൾ നമ്മൾ തരണം ചെയ്തില്ലേ, പിന്നെ എന്തിനാണ് അതേക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു മനസ്സ് വിഷമിപ്പിക്കുന്നത്? എനിക്കറിയാം അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന്. മറക്കണ്ട. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒത്തിരി വിഷമിച്ചതല്ലേ. ഇനി ആ ഭാരം മനസ്സിൽ നിന്നൊന്ന് ഇറക്കി വെച്ചാലോ? നമ്മളെ പരിഹസിച്ചവർ നാളെയും പരിഹസിക്കും. നമ്മളെ കുറ്റപ്പെടുത്തിയവർ നാളെയും നമ്മളെ കുറ്റപ്പെടുത്തും. അതോർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വിഷമിക്കുന്നത് അവർ ഒരുപക്ഷെ കാണുന്നു പോലും ഉണ്ടാകില്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ചിലർ നമ്മൾ വിഷമിക്കുന്നത് ആസ്വദിക്കുന്നുണ്ടാവും. എന്തിനാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നീറി നീറി ജീവിക്കുന്നത്? നമ്മുടെ ചുറ്റും സന്തോഷത്തിൻ്റെ കിരണങ്ങളുണ്ട്. കണ്ണു തുറന്ന് അതൊന്ന് കാണ്. നെഗറ്റീവ് ചിന്തകളെ എല്ലാം മറികടന്ന് നല്ലൊരു പോസിറ്റീവ് ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവരും സുഖമായിരിക്കുക, മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക, സന്തോഷമായിരിക്കുക. നാളെ മറ്റൊരു കഥയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ശുഭദിനം.